നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് പ്രീവിയസ് സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി നമ്പർ 213/2023. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. 2. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ എ അന്നപൂർണ, ഓപ്ഷൻ ബി അന്ത്യോദയ അന്ന യോജന, ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആര്? APJ അബ്ദുൽ കലാം. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? GVHSS വിതുര. കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 13. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വാളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെ? KM വാസുദേവൻ നമ്പൂതിരി. ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? 1996. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? അയ്യങ്കാളി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല? എറണാകുളം. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ? പഴശ്ശിരാജ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഖാദർ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? സൂര്യൻ. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? കാർഷിക, വ്യവസായ, സേവന മേഖലകളിൽ നിന്നും. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാൻ. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 42. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്തവകാശം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം 3:2. വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം 2009. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു. ആരാണ് അതിർത്തി ഗാന്ധി? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? ദീനബന്ധു മിത്ര. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം കാൻപൂർ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ടിപ്പു സുൽത്താൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം തിരുനെൽവേലി.
ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത്? ഇടുക്കി. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? 6. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് മാട്ടുപ്പെട്ടി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം 2017. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം PT ഉഷ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി വിദ്യാതീരം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി R. ശങ്കർ. കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. കല്ലുമാല സമരം നടത്തിയത് ആര്? അയ്യൻകാളി. ജാതിക്കൊമ്മി എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? അരുണ ആസഫലി. കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് K. കേളപ്പൻ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര? 32. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ D. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? വൈറസ്. മനുഷ്യ ശരീരത്തിൽ അന്നപാദത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷകഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗീകരണം ചെയ്യുന്നത്? ചെറുകുടൽ. മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? താലോലം. സങ്കര ഇനം തക്കാളി ഏത്? ഓപ്ഷൻ A ഉജ്ജ്വല, ഓപ്ഷൻ B ജ്വാലാമുഖി, ഓപ്ഷൻ C അനുഗ്രഹ, ഓപ്ഷൻ D അക്ഷയ. ഉത്തരം ഓപ്ഷൻ D അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത്? ഹൈഡ്രോപോണിക്സ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏത്? ഇക്കോളജി. റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? വംശനാശ ഭീഷണി നേരിടുന്നവ. ആറ്റത്തിൻ്റെ സൗരയുദ്ധ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റൂദർഫോർഡ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? 18. ചുവടെ നൽകിയവയിൽ നിന്ന് ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക. ഓപ്ഷൻ A ഹൈഡ്രജൻ, ഓപ്ഷൻ B ക്ലോറിൻ, ഓപ്ഷൻ C ഹീലിയം, ഓപ്ഷൻ D ഓക്സിജൻ. ഉത്തരം ഓപ്ഷൻ C ഹീലിയം. LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? ബ്യൂട്ടേൻ. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ഒരു സദിശ അളവിന് ഉദാഹരണം? ഓപ്ഷൻ A ദൂരം, ഓപ്ഷൻ B സമയം, ഓപ്ഷൻ C ത്വരണം, ഓപ്ഷൻ D ഊഷ്മാവ്. ഉത്തരം ഓപ്ഷൻ C ത്വരണം. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ സംവഹനം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം F, ആ ദർപ്പണത്തിൻ്റെ വക്രത ആരവും R തമ്മിലുള്ള ബന്ധം F = R/2. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.